ഹലോ അസ്സാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിടുന്ന വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ഇതൊക്കെ തന്നെ നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈകിട്ടത്തെ ചെറിയൊരു കൊച്ചു കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്ന്. അതായത് തക്കാളി ചട്നി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് വൈകിട്ടത്തെ അത്താഴത്തിന് തക്കാളി കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി മുട്ടയും പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വളരെ എളുപ്പം ഉള്ളൊരു കറിയാണ് ഇന്ന് വെക്കുന്നത് കേട്ടോ. അതിപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അത് ചോറിന് മാത്രമല്ല ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയും കൂടെയാണ് കേട്ടോ ഇത്. ആദ്യമായിട്ട് ഇത് തക്കാളി ആയിരുന്നു. അതിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ തക്കാളിയും പച്ചമുളകും സബോളയും, പിന്നെ കടുക് താളിക്കുമ്പം കടുക്, കറിവേപ്പില, വത്തൽമുളക്, പിന്നെ ഇതെല്ലാം റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് ഒരല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ്, ഇത്ര സാധനം മാത്രം മതി കേട്ടോ. അപ്പോൾ തക്കാളി എല്ലാം അരിഞ്ഞു വെച്ചു. അതിന് ശേഷം ഞാൻ സബോള അരിയാണ് കേട്ടോ. അപ്പം കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്താ, ഞാൻ തക്കാളി എല്ലാം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് സബോള ചെറുതായിട്ട് അരിയാണേ. അതിൻ്റെ കൂടെ തന്നെ മുട്ട പൊരിക്കാനുള്ള സബോള ചെറുതാക്കി അരിഞ്ഞ് നമ്മൾ പച്ചമുളകും അരിഞ്ഞ് വെക്കുകയും ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ സബോള അരിഞ്ഞു. 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കേണ്ടതാണ്. അതുകൊണ്ട് 2 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ വത്തൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 2 വത്തൽമുളക് 2ആയിട്ട് മുറിച്ച് അതിട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അതൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഗരം മസാലയോ മീറ്റ് മസാലയോ ചിക്കൻ മസാല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞ് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്ന കൂടെ ഈ ഗരം മസാലയോ മീറ്റ് മസാലയോ എന്തെങ്കിലും ഇത് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റായി കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനത്തെ ഐറ്റം ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ആ ഗരം മസാല ഒന്നും ഇട്ടാൽ ഞാൻ കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സബോള ഇട്ട് വരട്ടിയിട്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ഇട്ടാണ് വരട്ടുന്നത്. ഉപ്പ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ സബോള എളുപ്പം വരണ്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് സബോള ഇടുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്താ, ഏകദേശമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. ഇത് വെള്ളം ചേർക്കൊന്നും വേണ്ട കേട്ടോ. തക്കാളിക്കകത്ത് ആവശ്യത്തിന് വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന് നന്നായിട്ടൊന്ന് റെഡിയായി കിട്ടും കേട്ടോ. ഇതൊന്ന് ഇളക്കി വെച്ച് അടച്ച് വെച്ചാൽ മതി. തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് വെന്ത് അലുത്ത് കഴിയുമ്പോൾ ഉപ്പ് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇപ്പം എന്താ, നല്ല ഇതായിട്ട് ഞാനൊന്ന് ഇളക്കി വെക്കുകയാണേ. അപ്പോൾ സബോളയൊക്കെ നല്ല ഇത് ഒരുമാതിരി വരണ്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ അരിഞ്ഞപ്പോൾ തക്കാളി ഇച്ചിരി വലുതായിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ചെറുതാക്കി അരിവാണെങ്കിൽ എളുപ്പം നമുക്ക് അലുത്ത് കിട്ടും. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വരണ്ട് വേകുകയും ചെയ്തു. നല്ല അലുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. പൊടികൾ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിന് ആവശ്യമായ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മക്കളുള്ളതുകൊണ്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തക്കാളി ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചോറ്, ചില സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് തന്നെ ചോറും കൂടി ഇളക്കി കൊടുക്കും കേട്ടോ. അതും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ചട്നിയായിട്ട് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഗരം മസാലയോ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി വാങ്ങിയെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് തക്കാളി ചട്നി കേട്ടോ. അത് ഇഡ്ഡലിക്കൊക്കെ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒക്കെ കഴിക്കാനും നല്ലത് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു ചട്നിയാണിത്. അപ്പോൾ ഈ തക്കാളി വരട്ടിയത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പം കൂട്ടുകാർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം മിക്ക വീടുകളിൽ ഇതൊക്കെ വെച്ച് വെക്കുന്നതായിരിക്കും കേട്ടോ. പല പല രീതികളിലും വെക്കും. ഞാൻ വെക്കുന്ന ഒരു രീതി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ, അതൊക്കെ തക്കാളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുട്ട പൊരിക്കാനുള്ള പരിപാടി നോക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പുറത്തുനിന്ന് മുട്ട മേടിക്കുന്നില്ല കേട്ടോ. നമ്മുടെ കോഴികൾ തന്നെ ഇടുന്ന മുട്ടകളുണ്ട് കേട്ടോ. ഇപ്പോൾ ആ മുട്ട തന്നെയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ കടയിൽ നിന്ന് ഈ വെള്ള മുട്ട മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ, ഞാൻ സബോള അരിഞ്ഞു പച്ചമുളകും അരിഞ്ഞെടുത്തു. അതിലേക്ക് തന്നെ ഒരല്പം മുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുകയാണേ.
ഇളക്കിയിട്ട് അതിലേക്കാണ് ഞാൻ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് 3 പേർക്കുള്ള, അതായത് പെൺമക്കൾക്കും എനിക്കും കൂടെ ഉള്ള മുട്ടയാണ് ഒഴിക്കുന്നത്. ചെറുക്കായ്ക്ക് സബോള പച്ചമുളക് ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എടുത്തതിൻ്റെ എന്നിട്ട് അവന് സെപ്പറേറ്റ് പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിൽ ചെറിയ മുട്ടയും വലിയ മുട്ടയുണ്ട് കണ്ടോ. അതിൽ ഈ പുതിയതായിട്ട് ആദ്യമത് ഇടുന്ന കോഴി ഉണ്ട് 1-2 അപ്പോൾ ആ കോഴികളിടുന്ന മുട്ടയാണ് ഈ കുഞ്ഞു മുട്ടകൾ വരുന്നത് കേട്ടോ. അപ്പോൾ എന്നാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കുന്ന മുട്ടകൾ നമുക്ക് ഒരു വലിയൊരു സന്തോഷം തന്നെയല്ലേ. അതുപോലെ നാടൻ മുട്ട അങ്ങനെ പുറത്തുനിന്നാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോലും ഇല്ല അല്ലേ. കോഴിയുടെ മുട്ടകളാണ് കൂടുതലും കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന മുട്ട നമ്മൾ കഴിക്കുന്നത് പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് അല്ലേ. അങ്ങനെ ഞാൻ പിന്നെ മുട്ട പൊരിക്കാൻ വേണ്ടി ഒഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ആ പാത്രത്തിലേക്ക് തന്നെ ചെറുക്കായുടെ മുട്ടയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി ഉപ്പൂടെ മാത്രം ഇട്ട് വെച്ചാൽ മതി, വേറെ ഒന്നും ഇടുന്നവന് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ മുട്ട ഒഴിച്ച് അവിടെ വേഗം വെച്ചിട്ട് ചെറുക്കായ്ക്കുള്ള മുട്ടയും കൂടെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പയർ വിത്തിൻ്റെ അകത്താണ് വെച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ അന്ന് പാകിയതിൻ്റെ ബാക്കി പയർ വിത്താണ്. മഴയെ പെയ്തു നേരത്തേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഇടവഴിയൊക്കെ ഒന്ന് പാകാൻ വേണ്ടി വെച്ചേക്കുവാണേ. മഴയൊന്ന് ഇച്ചിരി ആട്ടേന്ന് ഓർത്തിട്ട് വെച്ചാൽ. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ പാകണമെന്നുണ്ടായിരുന്നു, പക്ഷെ പാകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് പാകി റെഡിയാക്കി എടുക്കണം. കവറുകൾ തീർന്നായിരുന്നു കേട്ടോ. ഇനി കുറച്ച് കവറുകളൂടെ മേടിക്കണം. അങ്ങനത്തെ ഒക്കെ പരിപാടികളുണ്ട്. ഈ പ്രാവശ്യം തൈകളൊന്നുമില്ല. എനിക്ക് ഏറ്റവും സങ്കടം അത് കണ്ടോ. ഈ പ്രാവശ്യം പച്ചക്കറിയുടെ തൈകളൊന്നും ഇല്ലാതായിപ്പോയി. അങ്ങനെ മുട്ടയൊക്കെ ഞാനൊന്ന് മറിച്ചിട്ടപ്പോൾ സൈഡ് ഇച്ചിരി ഒന്ന് പൊട്ടിപ്പോയി. അതൊക്കെ പിന്നെ റെഡിയാക്കി വെച്ചു. നാടൻ മുട്ടയ്ക്ക് ഒരുവിധം മഞ്ഞ കളറുണ്ട്. അതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടുകൊണ്ടാണ് കേട്ടോ ഇത്രയും കളർ കിട്ടുന്നത്. അപ്പോൾ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. മുന്നിലിടുന്ന വീഡിയോക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മുട്ട വാങ്ങിയിട്ട് ചെറുക്കായിട്ട് മുട്ടയും പൊരിച്ച് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ചോറൂണ് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ തക്കാളി വരട്ടിയതും മുട്ടയൊക്കെ പൊരിച്ച് റെഡിയാക്കി വന്ന് ചോറെടുത്തപ്പോൾ ഒന്നാന്തരം പണി കിട്ടിപ്പോയി കേട്ടോ. ചോറ് വളിച്ചു പോയിരുന്നു, ചൂടുണ്ടായിരുന്നു. പിന്നെ രാവിലെ വെച്ച ചോറുമല്ലേ. പിന്നെ ഞാൻ ഒന്നേന്ന് ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ചോറിനാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂട് ചോറാണ്. അപ്പോഴത്തേക്ക് ആദ്യം ഇറക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ചൂട് ചോറും ഈ തക്കാളി ചമ്മന്തി മുട്ടയും കൂടെ തിന്ന് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ വൈകിട്ട് അത്താഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയും തക്കാളി ചട്നിയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് ചോറൂണും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിപ്പെറുക്കിയിട്ട് അതിൻ്റെ ഇപ്പം തന്നെ ചോറിനാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഏകദേശം അരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉണ്ണിയപ്പത്തിനൊക്കെയുള്ള മാവാണ് കേട്ടോ. അരി ഇട്ടതാണ്, അതിപ്പം അരഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം റെഡിയാക്കി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി പറക്കി വെച്ചു കേട്ടോ. അതിന് ശേഷം നമ്മളിത് അരച്ച മാവൊക്കെ കോരി എടുത്ത് അവിടെ കൊണ്ടുവച്ചു. നമ്മൾ പിന്നെ ബക്കറ്റിൽ നമ്മൾ പുറത്ത് പൈപ്പിലാണ് വെള്ളം പെരയ്ക്കകത്തേക്ക് ഇത് കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോഴത്തേ ഞാൻ പാത്രം കഴുകാൻ വേണ്ടിയുള്ള ബക്കറ്റിൽ ഈ ഒരു ബക്കറ്റ് വെള്ളം എപ്പോഴും ഞാൻ അവിടെ വെച്ചേക്കും കേട്ടോ, പാത്രം കഴുകാൻ വേണ്ടി. അപ്പോൾ ആ വെള്ളം എടുത്തുകൊണ്ട് വെച്ചു. അതിന് ശേഷം പെര തുടയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ് കേട്ടോ. കൂട്ടുകാരുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. നിങ്ങളുടെ എല്ലാ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പം കൂട്ടുകാരുടെ എല്ലാ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തരാൻ മറക്കില്ല കേട്ടോ. അപ്പം ഞാൻ രാവിലെ ഇന്ന് തുടച്ചില്ലായിരുന്നു കേട്ടോ. അപ്പം ഈ പണിയൊക്കെ ഉള്ളപ്പോൾ എന്നും വൈകിട്ടാണ് തുടയ്ക്കാറ്. അപ്പോൾ ഇന്ന് പെര തുടച്ചില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ അടുക്കള മാത്രമേ തുടയ്ക്കുന്നുള്ളൂ. ആകപ്പാടം എടുത്തിട്ട് നടുവിനൊക്കെ നല്ല വേദനയായി തുടങ്ങി കേട്ടോ. അപ്പോൾ എന്താണല്ലോ അടുക്കളയും കൂടെ തുടച്ചിട്ടാൽ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിയും കേട്ടോ. അതൊന്നും ഓർത്തുകൊണ്ട് എളുപ്പം തുടയ്ക്കണം. മക്കളെല്ലാം കിടന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഇപ്പോൾ ഇരുന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് എല്ലാ ദിവസവും മക്കളൊന്നെങ്കിൽ പഠിക്കുകയോ എടുക്കുകയൊക്കെ ആയിരിക്കും കേട്ടോ. ഇന്ന് ചെറുക്കായി നേരത്തെ കിടന്നു, പെൺപിള്ളേരും കിടന്നു കേട്ടോ. ഈയിടെ എല്ലാം പരിപാടിയും കാര്യങ്ങളും ഇന്നലെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഇതും ഇന്ന് പിന്നെ ക്ലാസ്സിൽ പോയി ഇന്നും എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഒന്നും മക്കൾ തളർന്നാണ് വന്നത് കേട്ടോ. അവശതയായിട്ടാണ് വന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇന്ന് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മക്കൾ ചോറൂണ് കഴിഞ്ഞിട്ടാണ് കയറി കിടന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ തുടച്ച് കൂടെ ഇടുവാണേ. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ എൻ്റെ പരിപാടിയും കൂടെ കഴിയും. ഏകദേശം ഇപ്പോൾ ഒരു 11:30-12 മണിയായിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് എന്നും ഞാൻ ഈ കേറ്ററിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയ പിന്നെ എന്നും ഈ സമയമൊക്കെ ആകും കേട്ടോ. നമ്മൾ കിടക്കുമ്പോൾ 1 മണി 1:30 ഒക്കെ ആകും കേട്ടോ. നേരം വെളുത്ത് ഒരു 4-5 മണിയാകുമ്പം വീണ്ടും എഴുന്നേക്കും കേട്ടോ. ഉറക്കം തന്നെ വളരെ കുറച്ച് മാത്രമേ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ വീട്ടിൽ അതുപോലെ ആൾക്കാർ വേണം കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്ത് വേറൊരു കാര്യം ചെയ്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. ഇത് ഒറ്റയ്ക്ക് വീട്ടിലെ കാര്യവും മക്കളുടെ കാര്യവും കച്ചവടക്കാര്യവും ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാം പറക്കി ഒതുക്കി കിറക്കി കിടക്കാനും എല്ലാം റെഡിയായി അങ്ങോട്ട് കൈയും കാലൊക്കെ ഒന്ന് കഴുകാൻ ഓർത്തുകൊണ്ട് പോയപ്പോഴത്തേക്കാണ് ഓർത്ത കേട്ടോ തേങ്ങ അരിഞ്ഞ് വെച്ചില്ല എന്നുള്ളത്. രാവിലെ ഇതിനെല്ലാം മക്കൾക്ക് ചോറും കറികളെല്ലാം ഉണ്ടാക്കണം. അതിൻ്റെ കൂടെ തേങ്ങ അരിയിൽ ഇതൊന്നും നടക്കുകയില്ല കേട്ടോ. നാളെയാണെങ്കിൽ ഇവിടെ സംഘത്തിൽ നിന്ന് 1-2 പേര് വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ എന്തൊരു ക്ലാസ്സിൻ്റെ ഇത് പറയാൻ വേണ്ടിയൊക്കെ. അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും എനിക്ക് സമയം കാണത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എന്താണ് രണ്ടും കൽപ്പിച്ച് തേങ്ങയും കൂടെ ഒന്ന് അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. ഓർക്ക് നല്ല രീതിയിൽ വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പം മുന്നിലത്തെ വീഡിയോയ്ക്ക് സപ്പോർട്ട് തന്ന പോലെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.